الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ പരമദയാലുവായ പടച്ച തമ്പുരാൻ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പവിത്രമായ മാസം എന്ന് പറഞ്ഞിരിക്കുന്ന 4 ആദരണീയമായ മാസങ്ങളിൽ ഒന്നാമത്തെ ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മുഹറം മാസത്തിനെ കുറിച്ച് 2 വീക്ഷണങ്ങളാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഒന്ന് ഷിയാക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് സുന്നികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സുന്നികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയാക്കളല്ലാത്ത എല്ലാ മുസ്ലിങ്ങളെയുമാണ് ഇവിടെ സുന്നി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസം 10 വരെ 10ന്റെ അന്ന് പ്രത്യേകമായ രൂപങ്ങളിലുള്ള വിലാപയാത്രകളും അതുപോലെ തന്നെ ശരീരം പീഡനത്തിന് വിധേയമാക്കുന്ന അല്പം ഗുരുതരമായ പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവർ ചെയ്യുന്ന ചില വിലാപങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം മാസത്തിന്റെ 10-ന് മുഹറം 10 വരെ നെഹ്സായി ആചരിക്കുകയും 10ന്റെ അന്ന് അതിൻ്റെ ഒരു സമാപനം എന്നോണം വലിയ കാര്യങ്ങൾ അവരുടെ ടൗണുകളിലും പ്രദേശങ്ങളിലുമൊക്കെ ചെയ്തു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഫിറൗനിൽ നിന്നും അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് എന്നും മറ്റു ചില ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്
മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ അത് നങ്കൂരമിട്ടത് മുഹറം മാസം 10-നാണ് എന്നുമൊക്കെ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യൗമുൻ സാലിഹായ നല്ല ഒരു ദിവസമാണ് മുഹറം 10 എന്നാണ് മുസ്ലിങ്ങൾ കണക്കാക്കുന്നത്. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസപ്രകാരം അന്ന് യൗമുൽ ഹുസ്നാണ്, ദുഃഖത്തിന്റെ ദിനമായിക്കൊണ്ടാണ് അവർ ആചരിക്കുന്നത്. ഏതായാലും മുഹറം 10-ന് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ നോമ്പനുഷ്ഠിച്ചിരുന്ന ഒരു ദിനമായിരുന്നു മുഹറം 10. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ നോമ്പ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത് വരെ മുഹറം മാസത്തിലെ 10ന്റെ നോമ്പ് നിർബന്ധമായിരുന്നു എന്നും പിന്നീട് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയതിനു ശേഷം മുഹറം മാസം 10ലെ നോമ്പ് ഐച്ഛികമായി വേണം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നോക്കാം, അല്ലെ നിർബന്ധമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് നോക്കിയിരിക്കുന്നു. ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, ആശൂറയുടെ ദിവസം അഥവാ മുഹറം 10-ന് ജൂതന്മാരായിട്ടുള്ള ആളുകൾ നോമ്പ് നോക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഖാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹാദ, എന്താണ് ജൂതന്മാർ ഇന്ന് നോമ്പ് നോക്കുന്നത്? ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇന്നൊരു നല്ല ദിനമാണല്ലോ. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുബിഹിം, ബനു ഇസ്രായേലുകളെ അവരുടെ ശത്രുക്കളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അതുകൊണ്ടാണ്, നല്ല ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് നോമ്പ് നോക്കുന്നത്. ഫസാമഹു മൂസ, ആ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോറ്റിരുന്നു. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും കടപ്പെട്ടവൻ ഞാനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസാമഹു വഅമറ ബിസിയാമി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയുടെ ദിവസം നോമ്പ് നോക്കുകയും നോമ്പ് നോക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. പക്ഷേ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് നെഹസാനാകാനുള്ള കാരണം, ഒരു ദുശ്ശകുലമാകുവാൻ, അപലക്ഷണമാകാനുള്ള കാരണവും നമുക്കറിയാം. ഹിജ്റ 61-ൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിൽ വധിക്കപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മുഹറം 10 നെഹസായി, അപലക്ഷണമായി കൊണ്ട് ഷിയാക്കൾ ആചരിക്കുവാൻ തുടങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഷിയാക്കളല്ല ദിവസങ്ങളെയും ആളുകളെയും അങ്ങനെ മറ്റു പലതിനെയും ദുശ്ശകുനമായി, അപലക്ഷണമായി കണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഓതി വെച്ച സൂറത്ത് യാസീനിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത് ചില മുർസലീങ്ങളെ കുറിച്ചാണ്, ദൂതന്മാരെ കുറിച്ചാണ്. ആ വദരിബിലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅൽ മുർസൽ, വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ ഒരു 13 മുതൽ ഏകദേശം 10-20ഓളം ആയത്തുകളിൽ, 21 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പരാമർശിക്കുന്നത് ഒരു പ്രദേശത്തേക്ക് അള്ളാഹു ചില ദൂതന്മാരെ അയച്ചിരുന്നു. ആ ദൂതന്മാരോട് ആ സമൂഹം നടത്തിയിരിക്കുന്ന ചില സംസാരങ്ങൾ അള്ളാഹു തആല എടുത്തുദ്ധരിക്കുക. ഖാലു, ആ ദൂതന്മാർ വന്ന ആ സമൂഹത്തിലെ ആളുകൾ പറഞ്ഞു ദൂതന്മാരോട്, ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങൾ ദൂതന്മാരെ നിങ്ങളെ ഒരു അപലക്ഷണമായി ആയിട്ടാണ് കാണുന്നത്, ദുശ്ശകുനമായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാരോടാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അവിശ്വാസികൾ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഒരു ദുശ്ശകുനമായിട്ടാണ്, അപലക്ഷണമായിക്കൊണ്ടാണ്. എന്നിട്ട് അന്ന് അവർ പറയാണ്, ലൈലം തൻതഹു, നിങ്ങൾ ഈ പറയുന്ന പ്രബോധന കർമ്മങ്ങളിൽ നിന്നും നിങ്ങൾ വിരമിക്കുന്നില്ല എങ്കിൽ ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും.
വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്ന് ഈ അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന ദൂതന്മാരോട് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് എന്താ? നിങ്ങളെ കാണുന്നത് തന്നെ ദുശകുനാണ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നംലിലെ 47-ാമത്തെ വചനം സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്നുണ്ട്. ആളുകൾ പറയുകയാണെങ്കിൽ ആളുകൾ തന്നെ ദുശകുനാണ്. ഖാലു, സാലിഹ് നബിയോട് പറയാണ്, അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഖാലു തയ്യർനാ ബിക വബിമൻ മാക, സാലിഹേ, നിന്നെയും നിന്റെ ആളുകളെയും നിന്റെ അനുചരന്മാരെയും ഞങ്ങൾ കാണുന്നത് ദുശകുനമായിട്ടാണ്, കാണുന്നത് തന്നെ മോശമായിക്കൊണ്ടാണ്. ഖാല, സാലിഹ് നബി പറഞ്ഞു, തായിറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ദുശകുനം അല്ലാഹുവിന്റെ അടുത്താണ്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന സമൂഹം തന്നെയാണ്. അപ്പൊ ഇവിടെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. 7-ാം അധ്യായം 131-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അദ്ദേഹത്തിന്റെ സമൂഹം പറയുന്നത് ഫൈദാ ജാഅതുൽ ഹസന, അവർക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടിക്കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ലനാ ഹാദിഹി, ഇത് ഞങ്ങൾക്കുള്ള തന്നെയാണ്, ഇത് ഞങ്ങളുടെ പരിശ്രമം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. വൈൻ തുസിബും സയ്യിഅത്തുൻ, എന്നാൽ ആ സമൂഹത്തിന് എന്തെങ്കിലും ഒരു തിന്മ ബാധിച്ചാലോ, അപ്പോൾ അവർ പറയുന്നത് എന്താ? എത്തയ്യറു ബി മൂസ വമമ്മാഹുന, മൂസ, നീയും നിന്റെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിന് ഇങ്ങനെ ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. നീ ഒരു ദുശകുനമാണ്, നീയും നിന്റെ ആളുകളും. അലാ അറിയുക, ഇന്നമാ തായിറുൻ ഇൻദല്ലാഹ്, തീർച്ചയായിട്ടും ആ അല്ലാഹുവിന്റെ അരികിൽ അവർ തന്നെയാണ് ദുശകുനം. വലാകിൻ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അധിക ആളുകളും ഇതറിയുന്നില്ല. പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സൂറത്ത് യാസീനിൽ അള്ളാഹു പരാമർശിച്ചിരിക്കുന്ന മുർസലുകളുടെയും അവരോട് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ വിശ്വാസം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഒരാളെ കാണുന്നതോ ഒരു വസ്തുവിനെ കാണുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുശകുനം ഉള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ല. ആർക്കാ പിന്നെ വിശ്വാസം ഉള്ളത്? അവിശ്വാസികൾക്കാണ്, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്കാണ്. ഈ സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ ഈ വിശ്വാസം, ഈ അന്ധവിശ്വാസം ചില കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിലേക്കും കടന്നു വന്നു. അതിന് ഷിയാക്കളുടെ ഈ നെഹസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശ്വാസം പ്രേരകമായി എന്നാണ് നമുക്ക് തോന്നുന്നത്. നമുക്കറിയാം, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ആളുകൾക്കിടയിലൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടില് ഒരു പശു ചാകുകയോ അല്ലെങ്കിൽ ആട് ചാകുകയോ കോഴി ചാകുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള അമ്മായിമാര് പറയും, ഏതെങ്കിലും മരുമക്കളെ കെട്ടിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ നീ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ആട് ചത്തത്, നീ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഇവിടെ ഉള്ള ബാപ്പാക്ക് സുഖമില്ലാതെയായി തുടങ്ങിയത്. ഇങ്ങനെ പറഞ്ഞ് ഒരു അന്ധവിശ്വാസം ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുത്തുന്നത് ഈ വരുന്ന മരുമക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ നാട്ടിൽ നടക്കുന്ന വീട്ടിൽ നടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവിശ്വാസികൾ പറഞ്ഞതുപോലെ നമ്മുടെ ചില ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറയും, അന്നെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കുരുത്തുക്കൾ ഉണ്ടാകാൻ, അസുഖങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്, വീട്ടിലെ മരം മുറിഞ്ഞു പോയത്, അല്ലെങ്കിൽ അവിടെ ആട് ചത്തുപോയത്, ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ കാലഘട്ടങ്ങളിലും നമ്മുടെ ആളുകളിലും കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ദുശകുനമില്ല, ഒന്നും അപലക്ഷണങ്ങളില്ല. ഇത് നമ്മൾ ഈ ഹൈന്ദവ സഹോദരന്മാരിൽ നിന്നും മറ്റു ചില സഹോദരന്മാരിൽ നിന്നും ഇത് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. അങ്ങനെയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പലതും അവർക്ക് ദുശകുനമാണ്, നെഹസാണ്. നിങ്ങൾ നോക്കൂ, അത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നു. നമ്മുടെ ഇസ്ലാമികമായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറക്കുന്ന ചില കലണ്ടറുകളിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. കലണ്ടറുകൾ എന്താണ്? റമദാൻ മാസത്തിൽ പോലും നെഹസിന്റെ ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
അള്ളാഹു പവിത്രമാണ്, ആദരിക്കപ്പെട്ട മാസമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പരാമർശിച്ചിരിക്കുന്ന റമദാനിൽ പോലും നല്ല ദിവസങ്ങളില്ല, അവിടെ മോശമായ ദിവസങ്ങളുണ്ട് എന്ന് രേഖപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് ചോദിച്ചവർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എവിടെ എത്തി നമ്മുടെ സമുദായം, എവിടെ എത്തി നമ്മുടെ സമൂഹം? അള്ളാഹു ആദരിച്ചിരിക്കുന്നു, പവിത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന മാസം പോലും, ദിവസം പോലും കലണ്ടറിൽ രേഖപ്പെടുത്തിയേക്കാണ്. ഒരു കല്യാണത്തിന് നിശ്ചയം ഉണ്ടാവുമ്പോൾ കലണ്ടർ എടുക്കുമ്പോഴാണ് പറയുന്നത് ഈ ദിവസം പറ്റൂല, ഈ ദിവസം പറ്റൂല, അത് നൈസാണ്. അത് റമദാനിൽ പോലും വന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ വിശ്വാസം തീർത്തും അന്ധവിശ്വാസമാണ്, അപലക്ഷണം എന്ന് പറയുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മനുഷ്യർ, നിങ്ങളെ നോക്കി നമ്മളെങ്കിലും ചില ആളുകൾ പറയും, ചില മനുഷ്യന്മാർ കടന്നു വന്നാൽ പറയും ഇന്ന ആള് വരുന്നുണ്ടോ, ഒരാള് ദുശകുനാണ്, അപലക്ഷണാണ്. ചിലപ്പോ ആ സഹോദരന്റെ നാവുമ്പോ 2-3 കറുത്ത പുള്ളി ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ കണ്ണ് ചിലപ്പോ വെളുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ രൂപം വേറെന്തിനായിരിക്കും. അതിന് അയാൾ ഒരു കാരണക്കാരനല്ല. പക്ഷെ അങ്ങനത്തെ മനുഷ്യന്മാരെ കുറിച്ച് ആളുകളുടെ പറയുന്നത് ഓ എന്തെങ്കിലും പറഞ്ഞാൽ ആ നാവ് കൊണ്ട് പറ്റും, ഓ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും. ഇത് നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല, മുസ്ലിങ്ങൾക്ക് ധന്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ചില മൃഗങ്ങൾ അപലക്ഷണങ്ങളായി ചില ആളുകൾ കാണുന്നത്, ചില പക്ഷികള്, ചില വസ്തുക്കള്, ചില നിറങ്ങള്, ചില അക്കങ്ങള്, ചില ദിവസങ്ങള്, ചില ദിവസങ്ങൾ തന്നെ നമുക്കറിയാം. ചൊവ്വ, നോക്കി, ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വില്ലാത്ത ദിവസം ആളുകൾ നോക്കി. ആരത് പറഞ്ഞത്? അല്ലെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ ചൊവ്വ അതിന്റെ ദിവസം മോശമാകുന്നത്? ഇല്ല. ഇത് ചില സമൂഹങ്ങളിൽ നിന്നും നമ്മളിലേക്ക് കടന്നു വരുന്നത് നമുക്കും തോന്നുകയാണ് ചൊവ്വാഴ്ച വേണ്ട. ഒരു പരിപാടി തീരുമാനിക്കുന്ന സമയത്ത്, വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തീരുമാനിക്കുന്ന ദിവസം, അപ്പൊ പറയാണ് ചൊവ്വാഴ്ച വേണ്ട. എന്താ ചൊവ്വാഴ്ചക്ക് എന്താ താറാവ്? തിങ്കളാഴ്ചന്റെ അതേ ഗുണം ചൊവ്വാഴ്ചക്കുമുണ്ട്, ബുധനാഴ്ചക്കുള്ള എന്ത് ഗുണമാണുള്ളത് അത് ചൊവ്വാഴ്ചക്കുമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ചിലപ്പോ ഈ ശുഭലക്ഷണങ്ങളും അശുഭലക്ഷണങ്ങളും നമ്മള് ചില മതങ്ങളുടെ ചില സമൂഹത്തിന്റെ ആചാരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി പോകും. ചില സംഗതികൾ കണ്ടാൽ അത് നമുക്ക് നല്ലതാണല്ലോ, ചില സംഗതികൾ കണ്ടാൽ നമ്മുടെ ജീവിതത്തിന് അത് വളരെ ദോഷാണല്ലോ. ആര് പറഞ്ഞത്? അള്ളയോ അള്ളാഹുവിന്റെ പ്രവാചകനോ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ശുഭ ശകുനങ്ങളായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ചില ആളുകൾ പറയുന്നത് നിറകുടം നമ്മൾ രാവിലെ കാണിക്കുന്നു, നിറകുടം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടം കണ്ടാൽ നല്ല ശുഭലക്ഷണമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് ഇരട്ട മൈന, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇരട്ട മൈനയെ കണ്ടാൽ അത് ശുഭലക്ഷണമാണ്. അതുപോലെ തന്നെ ചില മൃഗങ്ങള്, പശു, ആട്, ആന, ഇതൊക്കെ കണ്ടാൽ നല്ലതാണ്. ചാണകം കണ്ടാൽ നല്ലതാണ്. ചില സമുദായത്തിന്റെ വിശ്വാസമാണ്. ഇത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അവര് പറയുന്നത് വേശ്യയെ കണ്ടാൽ നല്ലതാണെന്ന. വലതുവശങ്ങളിലൂടെ പറക്കുന്ന ഒരു കാക്കയെ കണ്ടാൽ, നമ്മുടെ വലതുവശത്തിലൂടെ ഒരു കാക്ക പറന്നെങ്കിൽ അത് നല്ലതാണെന്ന. നോക്കി, നമ്മുടെ അടിയിലുണ്ട് ഈ വിശ്വാസം. ഒരു തരം പ്രാവുണ്ട്. ആ ഒരു തരം പ്രാവ് സാധാരണ നമ്മൾ കാണാത്ത, അപൂർവമായി കാണുന്ന പ്രാവ് നമ്മുടെ മൃഗത്തിന്റെ, ആളിന്റെയോ പശുക്കളുടെയോ കാളയുടെയോ ഒക്കെ മുകളിലൂടെ പാറിക്കഴിഞ്ഞാൽ ആ കാളയും ആളും ചാകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ വിശ്വാസമാണ്, അന്ധവിശ്വാസം. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചിലത് കാണുമ്പോൾ അത് അശുഭമാണ് പോലും, അശുഭം, അത് കാണാൻ പാടില്ല. അവർ പറയുന്നത് എന്താ? ഒറ്റ മൈനയെ കണ്ടാലും, ഒരു മൈന മാത്രം ഇരിക്കുന്നത് കണ്ടാൽ അന്ന് ഒരു മോശമാണ്. അതുപോലെ തന്നെ കുറ്റിച്ചൂര് എവിടെയെങ്കിലും ചാരി വെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അമ്മമാരൊക്കെ ഇപ്പൊ പറയും അവിടെ മുന്നിൽ തന്നെ ചാരി വെക്കല്ലേ. നമ്മുടെ അതിനൊക്കെ ചില ഒരു ബേസ് ഉണ്ട്. ഈ അന്ധവിശ്വാസമായ ബേസ്, കുറ്റിച്ചൂര് ഒരാൾ കയറി വരുമ്പം കാണാൻ അത് വെക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ഇത് വെക്കാൻ എന്നതല്ലാതെ, കുറ്റിച്ചൂര് ഒരാൾ കണ്ടു എന്നത് കൊണ്ട് അയാൾക്ക് ആ ദിവസം അശുഭ ദിവസമാവുകയില്ല. നമ്മൾ കൃത്യമാണ്. അതുപോലെ തന്നെ മുറം, നമ്മൾ അടിച്ചു വാരുന്ന മുറം കാണാൻ പാടില്ല. രാവിലെ കണ്ടാൽ അത് അശുഭമാണ് പോലും. അതുപോലെ തന്നെ വിധവകളെ കണ്ടാൽ, ചില മതങ്ങളുടെ ചില സമുദായത്തിന്റെ വിശ്വാസം സൂചിപ്പിച്ച് നമ്മളിലേക്കൊക്കെ ഏകദേശം കടന്നു വരുന്നുണ്ട്. വിധവകളെ കണ്ടാൽ അത് അശുഭ ലക്ഷണമാണ്. പാമ്പിനെ കണ്ടാൽ, അതുപോലെ തന്നെ പൂച്ചയെ കണ്ടാൽ, കയറില്ലാത്ത പശുവിനെ കണ്ടാൽ അതൊക്കെ അശുഭ ലക്ഷണമാണ്. ഇത് ഞാൻ ഇന്ന് സൂചിപ്പിക്കാനുള്ള കാരണം,
ഇത് നമ്മുടെ മതത്തിൽ പൂർണ്ണമായും നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ട് എന്നല്ല. പക്ഷെ ഇതിന്റെ ചില വകഭേദങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ മതത്തിലേക്കും നമ്മുടെ വിശ്വാസത്തിലേക്കും കടന്നു വരുന്നുണ്ട്. ഇത് എല്ലാം നമ്മൾ കൃത്യമായ ബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി, നമ്മൾ മുസ്ലിങ്ങളാണ്, നമ്മൾ മുജാഹിദുകളാണ്, അതുകൊണ്ട് കൃത്യമായ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുന്നത്. എന്താണ് നമ്മുടെ ആദർശം, എന്താണ് നമ്മളുടെ നിലപാട് ഈ കാര്യത്തിൽ. ഇതൊക്കെ എവിടെയെന്താ നമ്മൾ പറയാ, നമ്മുടെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്താണ്, നമ്മളൊരു കല്യാണമോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഹൗസ് വാമിങ്ങോ വേറെ എന്തെങ്കിലും ഒക്കെ തീരുമാനിക്കുന്ന സമയത്താണ് ഓരോരുത്തരും എന്നിട്ട് പറയും ആ ദിവസം തീരുമാനിച്ചത്, ആ സമയത്ത് തീരുമാനിച്ചത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുക. ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു. റസൂലുള്ളാഹി പറയാണ്, നമ്മിൽപ്പെട്ടവനല്ല, മുസ്ലിമല്ല, മുസ്ലിമാണോ അയാൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. എന്താണ്? ദുശ്ശകുനം നോക്കുന്നവരെയും നോക്കിപ്പിക്കുന്നവരെയും പടച്ചവനം തുമ്പുരാൻ പറയാണ്, ഓ നമ്മളിൽപ്പെട്ടവനല്ല. നമുക്ക് അങ്ങനെ ഒരു ദുശ്ശകുനേ ഇല്ല. ആരെ അവിടെ കണ്ടാലും, ആരെ കണ്ടാലും, എന്തിനെ കണ്ടാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനെ നമ്മൾ നോക്കി, മാസം കണ്ടാൽ പോലും ആളുകൾക്ക് വിശ്വാസമുണ്ട്. മാസം ഉദിക്കുന്ന ദിവസം അല്ലെങ്കിൽ 1 or 2 ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ആളുകൾ പറയും മാസം മറിഞ്ഞു കാണാൻ പാടില്ല, മറിഞ്ഞു കണ്ടാൽ ആ മാസം മുഴുവൻ മോശമാണ്. മറിഞ്ഞു കണ്ടാൽ എന്താ, ആ മറഞ്ഞ ഭാഗം കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നമ്മുടെ വിശ്വാസവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ചില ആളുകളൊക്കെ കണ്ണി ചിമ്മിങ്ങനെ പോരാ, ചില ആളുകൾ കണ്ണി ചിമ്മിയിൽ പോയിട്ട് മറവൊന്നും ഇല്ലാത്ത സ്ഥലത്ത് 5 മേപ്പിട്ട് നോക്കും, ഇന്ന മറവില്ലാതെ കാണും. മറവില്ലാതെ കണ്ടാൽ മറഞ്ഞ ഭാഗം കാണൂല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസമോ നമ്മുടെ പ്രവർത്തനമോ നമ്മളുടെ ജീവിതവുമായി ഒരു ബന്ധവും ഇതിനില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ദുശ്ശകുനവും മുസ്ലിമിനില്ല, ഒരു മുഅ്മിനിന് ഒരു ദുശ്ശകുനവും ഇല്ല. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് എല്ലാം പേടിയായിരിക്കും. അതാണ് എന്റെ പ്രശ്നം. ജീവിതത്തിൽ എല്ലാം പേടിയായിരിക്കും, ഒരു നിർഭയത്വം ഉണ്ടാവില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയാണ്. അതുപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ജ്യോത്സ്യപ്പണി ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവനും നമ്മിൽപ്പെട്ടവനല്ല. അവിടെ നമ്മുടെ ആളുകളും അറിയാതെയൊക്കെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജ്യോത്സ്യന്മാരെടുത്തും പണിക്കന്മാരെടുത്തും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മൂല്യന്മാരെടുത്തും ഒക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ മിന്നാ, അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതൊക്കെ നമുക്ക് പടച്ചോനുള്ള ശരിയായ വിശ്വാസമില്ലാത്തതിന്റെ ഫലമാണ് ഇങ്ങനെ ആളുകൾ പോണത്. എന്തുകൊണ്ടാണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയാണ് ജ്യോത്സ്യന്മാരെടുത്ത് പോണത്. എന്താ അതിന്റെ പ്രതിവിധി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജ്യോത്സ്യന്മാരെടുത്ത് പോണത്. ഓർക്ക് ഓല കാര്യം പോലും അറിയില്ല. ആലോചിക്കണമല്ലോ, ഈ നമ്മുടെ നാടുകളിലൊക്കെ പേരെടുത്ത ജ്യോത്സ്യന്മാരുണ്ട്. ആ ജ്യോത്സ്യന്മാർക്ക് പോലും അവരുടെ സ്വന്തം കാര്യം പോലും അറിയില്ല എന്നുള്ളതാ. മനുഷ്യന്മാർക്ക് ഒരു ചെറിയ വിവരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. നമ്മൾ ലക്ഷണം നോക്കുന്നതോ ജ്യോത്സ്യന്മാരെടുത്ത് പോകുന്നതോ അത് മുസ്ലിമിന് യോജിച്ചതല്ലായിരുന്നു, അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാം. ഖുർആൻ എടുത്തു പറയാം 4 കാര്യങ്ങൾ. എന്താ പറഞ്ഞത്? ഇന്നമൽ ഖംറു വൽ മൈസ്റു, തീർച്ചയായും കള്ളും ചൂതാട്ടവും, വൽ അൻസാബ് ബലിപീഠങ്ങളും, വൽ അസ്ലാം അമ്പുകോലുകളും, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട മ്ലേച്ഛതയാണ്. എന്താണ് പറയുന്നത്? 4ാമത് പറയുന്നത് അസ്ലാം. അസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പുകോല് എഴുതിയിട്ടുണ്ടാവും. അറബികളായ ആളുകൾക്ക് ജാഹിലിയ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സ്വഭാവം, ഒരു കാര്യത്തിൽ പോകുമ്പോൾ പോകണോ പോകണ്ടേ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അമ്പിന്റെ തലത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇഫൽ ലാ തഫൽ. ഇഫൽ എന്നാ നീ ചെയ്തോ, ലാ തഫൽ എന്നാ ചെയ്യരുത്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് പ്രശ്നക്കോലുകൾ വെച്ചുകൊണ്ട്, അമ്പുകോലുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന നറുക്കെടുത്തുകൊണ്ട് ഈ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ചില ആളുകളൊക്കെ ചെയ്യലുണ്ട്. ഇതിങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിലും കണ്ണാസിനെ തൂക്കിട്ട് ഇങ്ങനെ മറിച്ചിട്ട് ചെയ്യണോ ചെയ്യണ്ടേ. ഇത് അതിന്റെയൊക്കെ ചെറിയ ചില വകഭേദങ്ങളാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു പറയാണ്, നിങ്ങൾ ഇതെല്ലാം വെളിയുക. കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ ബലിപീഠങ്ങളും, പടച്ച തമ്പുരാനല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കുന്ന ബലിപീഠങ്ങൾ, അതെല്ലാം നിങ്ങൾ വെടിയണം. നിങ്ങൾ വിജയികളായി തീർന്നേക്കാം.
ഇത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം, മുസ്ലിമിന്റെ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കണം. നമ്മളത് മനസ്സിലാക്കുകയും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നും ദുശകുനമില്ല. എല്ലാ ദിവസവും നമുക്ക് നല്ലതാണ്, എല്ലാ സമയവും നമുക്ക് നല്ലതാണ്, എല്ലാ ആളുകളും നമുക്ക് നല്ലവരാണ്. ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ ഒരു മോശക്കാരനാണ്, അവനെ കാണുന്നത് ദുശകുനമാണ്, അവന്റെ നാവ് അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് എന്താണോ തീരുമാനിച്ചത് അത് നടക്കും. അള്ളാഹു നടക്കണ്ട എന്ന് തീരുമാനിച്ച കാര്യം നടക്കുകയില്ല. ഇത് വിശ്വാസിയുടെ ലക്ഷണമായി, വിശ്വാസമായി നമ്മൾ മനസ്സിലാക്കുക. ശരിയായ വിശ്വാസികളായിക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോന്നിക്കുന്നത്.